ശ്രീ സുരേഷ് ഗോപി നമസ്കാരം. ഒന്നൊഴിയാതെ ദുരന്തങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിനിടെ വല്ലാതെ മാനസികമായി ആഘാതത്തിലാണ്, തളർന്നിട്ടുണ്ട് മലയാളികൾ, ആ പ്രദേശത്തുള്ളവർ. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഈ ദുരന്തത്തിന്റെ സമയത്ത് നടത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും? മുഖ്യമന്ത്രിക്കാണ് ഇതിന്റെ ഒരു വ്യക്തമായ നിർദ്ദേശമോ അല്ലെങ്കിൽ പിന്തുണയുടെ അളവോ അറിയാവുന്നത്. കാരണം ഞാൻ അവിടെ കാലത്ത് 6:30 മണിക്ക് കളക്ടറെ വിളിച്ച് സംസാരിച്ച് അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും പാലം തകർന്നതിനെ കുറിച്ചും ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു സിറ്റുവേഷൻ ഇത്തിരി കഠിനമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഭീകരമായിരിക്കും എന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. 2 ചോപ്പറുകൾ അവിടെ സിലൂരിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അന്നേരം അറിഞ്ഞത്. പക്ഷേ ഇവിടെ ഭയങ്കരമായ കാറ്റും മഴയും ആയതുകൊണ്ടും 24 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു വളരെ വിഷമ കാലാവസ്ഥാ ഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും അത് എത്രമാത്രം സാധ്യമായി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു 7:45 എല്ലാ വിവരങ്ങളും വെച്ച് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊരു മെസ്സേജ് അയച്ചു, വോയിസ് നോട്ടുകൾ അയച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ 8 മണിയായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് വളരെ ദീർഘമായി സംസാരിച്ചു. മുഖ്യമന്ത്രിയെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സംസാരിച്ചോളാം. പാർട്ടിയുടെ കാര്യകർത്താക്കളെ എല്ലാം അവിടെ എത്തിക്കുന്നതിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡയെ നിർദ്ദേശം കൊടുക്കുകയാണ്. അവരെല്ലാം അവിടെ എത്തി. ഇതിനകത്ത് ജനപങ്കാളിത്തം എന്ന് പറയുന്നത് മറ്റപകടങ്ങളിലേക്കൊന്നും ചെന്ന് പെടാതെ തന്നെ രക്ഷാപ്രവർത്തകരായി പങ്കുചേരേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യത്തിന് സൂചന നൽകുന്നതിനായിരിക്കാം ഇങ്ങനൊരു നടപടിയും കൂടി സ്വീകരിച്ചത്. ബാക്കി എല്ലാ പിന്തുണയും മുഖ്യമന്ത്രിക്ക് വിളിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പിന്തുണയാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അറിയാവുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ ആവശ്യത്തിലേക്കുള്ള എന്ത് കാര്യങ്ങളായാലും മുഖ്യമന്ത്രി അറിയിക്കുന്ന മാത്രയിൽ അതിന് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രം പ്രധാനമന്ത്രി നല്ല ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. കേന്ദ്രസേനയെ അടക്കം വിന്യസിക്കുന്ന കാര്യത്തിലുള്ള എന്തെങ്കിലും തീരുമാനമായിട്ടുള്ളതായി വിവരം ലഭ്യമാണോ? ലഭ്യമായിട്ടില്ല. അത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് അറിയാവുന്നത്. എന്താണ് അവിടുത്തെ ആവശ്യമെന്നുള്ളത് മുഖ്യമന്ത്രി അതിന്റെ ഒരു റിയൽ ഗ്രൗണ്ട് റിപ്പോർട്ട് അവിടെ നൽകിയതിന് ശേഷമായിരിക്കും അതിൽ തീരുമാനമാകുന്നത്. ശരി, വളരെ നന്ദി സുരേഷ് ഗോപി. ഒപ്പം ചേർന്നതിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്.